ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 32ഉം 33ഉം തിരുലിഖിതങ്ങൾ. ചെറിയ അജഗണമേ ഭയപ്പെടണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. പഴകിപ്പോകാത്ത പണസഞ്ചികൾ സ്വർഗത്തിൽ കരുതി വെക്കുവിൻ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വെക്കുവിൻ എന്നരുളി ചെയ്തവനായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 10-ാം തിരുലിഖിതം. ഇന്ന് രാജാവ്, നാളെ ജഡം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഇതാ എല്ലാ അഹങ്കാരവും അടിമവെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജോബിന്റെ പുസ്തകം 10-ാം അധ്യായം 9-ാം തിരുലിഖിതം. പൊടിയും ചാരവുമായ മനുഷ്യൻ അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവന്റെ ശരീരം ജീർണിച്ചു പോകുന്നു. യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 15-ാം തിരുലിഖിതം. കർത്താവേ, ജനതകൾ അങ്ങേക്ക് വെള്ളിക്കോലിൽ പൊടി പോലെയും തൊട്ടിയിൽ ഒരു തുള്ളി വെള്ളം പോലെയുമാകുന്നുവല്ലോ. സങ്കീർത്തനം 75-ാം അധ്യായം 4-ാം തിരുലിഖിതം. വമ്പ് പറയരുത് എന്ന് അഹങ്കാരിയോടും കൊമ്പുയർത്തരുത് എന്ന് ദുഷ്ടനോടും ഞാൻ പറയുന്നു. ഗോപുരം പണിയും മനുഷ്യ, ദൈവത്തെ നീ മറന്നുവോ? പിതാവേ, അപ്പാ, നകന്നുവോ? ഹൃദയം നുറുങ്ങി. അപ്പാ പിതാവേ, പണിയും ഹൃദയത്തിന്റെ അഹങ്കാരം ഏറ്റെടുക്കണമേ. മറന്നുവോ? സ്പർശിക്കണമേ, സ്പർശിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തട്ടെ, ഹൃദയ എളിമപ്പെടട്ടെ. ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ, ജീവിക്കുന്ന ദൈവത്തിന്റെ സജീവ സാന്നിധ്യത്തിന് മുമ്പിൽ ഇപ്പോൾ ഹൃദയ എളിമപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ ദൈവമക്കളിൽ കാലാകാലങ്ങളായി കുടികൊള്ളുന്ന അഹന്തയുടെയും അഹങ്കാരത്തിന്റെയും തന്നിഷ്ടത്തിന്റെയും താൻപോരിമ ഭാവത്തിന്റെയും ദൈവത്തോട് മല്ലടിക്കുന്ന പ്രകൃതത്തിന്റെയും അനുസരണക്കേടിന്റെയും നിരീശ്വര ചിന്തയുടെയും ദൈവനിഷേധത്തിന്റെയും യുക്തിവാദത്തിന്റെ ആധിപത്യത്തിന്റെയും മേഖലകളിൽ ഈ ദൈവമക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നാരകീയ സേനകളെയും ദുരാത്മബാധകളെയും അന്ധകാര പീഡകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രഭാഷകൻ 10-ാം അധ്യായം 10-ാം തിരുലിഖിതം. ഇന്ന് രാജാവ്, നാളെ ജഡം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിന്റെ അനുഭവം പരിപൂർണമായി നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്ന, വലിയ തകർച്ചകളിലേക്ക് കൂപ്പുകുത്താൻ തക്കവണ്ണം കുടുംബങ്ങളിൽ തകർച്ചയ്ക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തിരിക്കുന്ന ഒരു തിന്മയാണ് ഹൃദയത്തിന്റെ അഹന്ത. ഒരു സംഭവം നിങ്ങളോട് പറയാം. പാലക്കാട് രൂപതയുടെ ഒരു
അങ്ങനെ ധ്യാന ശുശ്രൂഷകൾക്ക് ശേഷം ടീമംഗങ്ങളെല്ലാം അവരവരുടെ ദേശങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ സെഹിയോൻ ടീമിൽപ്പെട്ട ഒരു ശുശ്രൂഷകൻ അദ്ദേഹത്തിൻ്റെ ദേശത്തേക്ക് ചെന്നപ്പോൾ ആ ദേശത്തെ ധനാഢ്യനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദരൻ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ഈ സെഹിയോൻ ശുശ്രൂഷകൻ പറഞ്ഞു, ഞങ്ങൾ ഇന്ന ഇടവകയിൽ ധ്യാനത്തിലായിരുന്നു, ധ്യാനം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയാ. അപ്പോൾ ആ സഹോദരൻ ജിജ്ഞാസയോട് ചോദിച്ചു, ഓ, അവിടെ ധ്യാനം ഉണ്ടായിരുന്നോ? ഏത് ടീമായിരുന്നു? അപ്പോൾ ഈ എളിയ ശുശ്രൂഷകൻ പറഞ്ഞു, അട്ടപ്പാടി എന്നുള്ള സെഹിയോൻ ടീമിന്റെ ധ്യാനമായിരുന്നു. ആളുകളൊക്കെ വന്നായിരുന്നോ? അപ്പോൾ ശുശ്രൂഷകൻ പറഞ്ഞു, ഓ, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇടവക്കാരും പുറത്തുനിന്നുമായിട്ട് തിങ്ങി നിറഞ്ഞ് ആളുകൾ ഒത്തിരി ധ്യാനത്തിനുണ്ടായിരുന്നു. ഉടനെ ഈ ധനാഢ്യനായ മനുഷ്യൻ വീണ്ടും ചോദിക്കുകയാണ്, ഈ ഇടവകയെന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പോൾ ആ എളിയ ശുശ്രൂഷകൻ പറഞ്ഞു, ഇവിടുന്ന് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഉടനെ ആ ധനാഢ്യനായ മനുഷ്യൻ ആത്മസംതൃപ്തി കിട്ടിയതുപോലെ ഇങ്ങനെ പറയാ, അല്ലെങ്കിൽ ഇപ്പം ഇതിനൊക്കെ ആർക്കാ നേരം? ഇന്ന് മനുഷ്യന്മാർക്ക് വല്ലതും ഇതിന് സമയമുണ്ടോ? ഇതിനൊക്കെ ഇപ്പം ആരാ പോണത്? ഇതിനൊക്കെ ഇപ്പം ആർക്കാ നേരം? അയാൾ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ വാക്ക് കേട്ടപ്പോൾ പെട്ടെന്ന് 12 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവം ഓർത്തുപോയി. വർഷങ്ങൾക്ക് മുമ്പ് ഈ കുടുംബത്തിന്റെ അനുഭവം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കണ്ണുനീരിൽ കുതിർന്നൊരു കുടുംബം. ഈ സെഹിയോൻ ടീമിന്റെ ശുശ്രൂഷ ആ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ മനുഷ്യൻ കുടുംബം അവിടെ എത്തും. പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കും, യേശുവേ, ദൈവമേ, പരിശുദ്ധാത്മാവേ, മാതാവേ. ഈ മനുഷ്യനും കുടുംബവും കണ്ണുനീരിൽ കുതിർന്ന് നിലവിളിക്കും, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും ധ്യാനത്തിന് വരുന്ന എല്ലാവരും പോയാലും ഇവര് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവര് ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടുമ്പോൾ പറയും, അച്ഛാ, എൻ്റെ കുടുംബത്തിന്റെ സ്ഥിതി ഇതാ, കടബാധ്യത, ജപ്തി, തകർച്ച, വീടില്ല, രോഗം, വേദന. അങ്ങനെ തുടരെ മാസങ്ങളും വർഷങ്ങളും ഇവരെ കണ്ടിട്ടുണ്ട് ഞാൻ. അന്നൊക്കെ ഒത്തിരി കണ്ണുനീരിന്റെ കുടുംബമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ടീമംഗങ്ങളെല്ലാം പ്രാർത്ഥിച്ചു, അനേകർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനാ ഗ്രൂപ്പുകാരെല്ലാം ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ വാദിച്ചു. എന്തായാലും ശരി, അദ്ദേഹത്തിന്റെ എളിമ, അദ്ദേഹത്തിന്റെ കണ്ണുനീര്, അദ്ദേഹത്തിന്റെ നിലവിളി, അദ്ദേഹത്തിന് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ, ഇതെല്ലാം ദൈവസന്നിധിയിൽ സ്വീകാര്യമായി. കുടുംബത്തിലെ ഓരോരോ സ്ഥിതികൾ അനുഗ്രഹമാകാൻ തുടങ്ങി. ഇതാ കടബാധ്യതകളെല്ലാം പതുക്കെ മാറി. മക്കളെല്ലാം പഠിച്ച് ഉയർന്ന നിലയിലേക്ക് വന്നു. ഇന്ന് മക്കള് വിവിധ രാജ്യങ്ങളിൽ ജോലിയിലാണ്. ധാരാളം പൗണ്ടുകളും ഡോളറുകളെല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ കടബാധ്യത മാറി നല്ല വീടായി, നല്ല പറമ്പായി, എസ്റ്റേറ്റായി, ധാരാളം വരുമാനം ഇന്നുണ്ട്. ഇന്ന് രോഗത്തിന്റെ അവസ്ഥയ്ക്ക് വിട്ടുമാറി അല്പമൊക്കെ ആ എല്ലിന്റെ മുകളിൽ ഇറച്ചി അവിടെ ഇവിടെയൊക്കെ വെച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇറച്ചി എല്ലയിൽ കുത്തുന്ന കാലമായി. ദൈവം അനുഗ്രഹിച്ച 12 വർഷങ്ങളിൽ കടന്നു വന്ന് ഇന്നൊന്നിനും കുറവില്ലാത്ത വിധം സമാധാനവും സന്തോഷവും ആരോഗ്യവും ജോലിയും ഭവനവും വീടും പറമ്പും എല്ലാം ആയി കഴിഞ്ഞപ്പോ ഇന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്, ഇന്നിപ്പോ ഇതിനൊക്കെ ആർക്കാ നേരം? അദ്ദേഹത്തിന്റെ സമീപ പ്രദേശത്ത് ദൈവരാജ്യ ശുശ്രൂഷ നടന്നപ്പോ, വചനപ്രഘോഷണം നടന്നപ്പോൾ, ദൈവാരാധന ഉയർന്നപ്പോൾ അയാൾക്ക് അതിന് പോകാൻ നേരെയില്ല. മാത്രമല്ല, അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇപ്പോൾ ഇതിനൊക്കെ ആർക്കാ നേരം? ഇപ്പോൾ ഇതിനൊക്കെ ആർക്കാ നേരം? ഇത് കേട്ടപ്പോ സത്യത്തിൽ എന്റെ മനസ്സിൽ വേദനയുണ്ടായി. എങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ഒരു ഭാരവുമായി ഇരുന്നപ്പോൾ ദൈവം വെളിപ്പെടുത്തിയ വലിയ ദുഃഖങ്ങളുണ്ട്. ഈ ലോകത്തിൽ അനേകം വ്യക്തികളുടെ രീതി ഇതുപോലെയാണ്. ഒരു കാലത്ത് ചങ്കുപൊട്ടി നിലവിളിക്കും, ഒരു കാലത്ത് എളിമപ്പെടും, പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവാനുഗ്രഹത്തിന്റെ വഴികളിലേക്ക് പ്രവേശിക്കുമ്പോൾ, ദൈവത്തിന്റെ കരുണയുടെയും സ്നേഹത്തിന്റെയും അനുഭവത്തിലേക്ക് വരുമ്പോ, അങ്ങനെ ദുഃഖം മാറി, ദാരിദ്ര്യം മാറി, ഞെരുക്കം മാറി, കണ്ണുനീര് മാറി, കഷ്ടത മാറി, അനുഗ്രഹത്തിന്റെ വഴികളിലൂടെ വരുമ്പോ ദൈവത്തെ ഓർമ്മിക്കാൻ അവർക്ക് നേരമില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സമയമില്ല. ദേവാലയത്തിൽ പോകുന്നത് ചെറിയ കാര്യമായി തോന്നുകയാണ്, അതൊക്കെ നിസ്സാരമായി തോന്നുകയാണ്. സന്ധ്യാപ്രാർത്ഥന അത് വില കുറഞ്ഞൊരു ഏർപ്പാടായി തോന്നുകയാണ്.
കാരണം ഇന്ന് പഠിപ്പായി, ജോലിയായി, പണമായി, കൂട്ടുകാരായി, അഡ്രസ്സായി, പെരുമയായി, എല്ലാമായി ഇപ്പോൾ ദൈവം ഒരു ചെറുതായി, ദൈവത്തെ വിളിക്കുന്നത് ഒരു പോരായ്മയായി ഇവൻ ചിന്തിക്കുകയാണ്. ഇതാണ് നിയമാവർത്തന പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ ദൈവം ഹൃദയം നുറുങ്ങി ദൈവമക്കളോട് ചോദിക്കുന്ന ഒരു അനുഭവം. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 6-ാം തിരുലിഖിതം, ഭോഷരും ബുദ്ധിഹീനരുമായ ജനമേ, ഇതോ കർത്താവിനുള്ള പ്രതിഫലം. ഭോഷരും ബുദ്ധിഹീനരുമായ ജനമേ, ഇതോ നിങ്ങളുടെ കർത്താവിനുള്ള പ്രതിഫലം. നിങ്ങളുടെ പിതാക്കന്മാരോട് ചോദിക്കുക, നിങ്ങളുടെ ഇടയിലെ പ്രായമാരോട് ചോദിക്കുക, അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ പരിപാലിച്ചതെന്ന്, എങ്ങനെയാണ് അനർത്ഥങ്ങളുടെ ദുരിതങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് കൈപിടിച്ച് നടത്തിയതെന്ന്. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, യശുറൂൻ, നീ തടിച്ച് കൊഴുത്തു ശക്തനായി, നീ കൊഴുത്തു മിനുങ്ങി, ഇപ്പോൾ നിന്റെ രക്ഷയുടെ പാറയെ നീ പുച്ഛിച്ചു തള്ളുന്നുവോ? ഇപ്പോൾ നിന്റെ അഭയശീലയെ നീ അവഗണിക്കുന്നുവോ? എങ്ങനെ ഈ യശുറൂൻ കൊഴുത്തു മിനുങ്ങിയത്? ഇതിനെക്കുറിച്ച് നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിയമാവർത്തന പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 31, 32, 33 തിരുലിഖിതങ്ങൾ. അവിടെ ഈ ജനത്തെ, ദൈവത്തിന്റെ ജനത്തെ ദൈവം ചങ്കോട് ചേർത്ത്, ദൈവം മാറോട് ചേർത്ത് വാരി പുണർന്ന് മരുഭൂമിയിലൂടെ നയിച്ചുകൊണ്ട് വരികയായിരുന്നു. അവർക്ക് വേണ്ടി അവർക്ക് മുമ്പേ പോയി കൂടാരം അന്വേഷിക്കുക ഈ ദൈവം സ്ഥലം അന്വേഷിച്ചു കൊണ്ടിരുന്നു. അവർക്ക് അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞു പോകാതെയും അവര് ഇട്ടിരുന്ന വസ്ത്രം പഴകി ദ്രവിച്ച് കീറിപ്പോകാതെയും 40 വർഷങ്ങൾ മരുഭൂമിയിലൂടെ ദൈവം നോക്കി. അതാണ് 1-ാം അധ്യായം 31, 32, 33 വാക്യങ്ങൾ. നിങ്ങൾ ഇവിടെ എത്തിച്ചേരുവോളം കടന്നു പോന്നിരുന്ന വഴികളിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രൻ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. എങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല. നിങ്ങൾക്ക് കൂടാരം അടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുമ്പേ നടന്നിരുന്നു. നിങ്ങൾക്ക് കൂടാരം അടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുമ്പേ നടന്നിരുന്നു. നിങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം, നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകാൻ എസ്റ്റേറ്റ്, നിങ്ങളുടെ മക്കൾക്ക് ജോലി, ഇതിനെല്ലാം വേണ്ടി നിങ്ങളുടെ മക്കളുടെ മുമ്പേ, നിങ്ങൾക്ക് മുമ്പേ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വ്യാപരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഈ ജനം സ്വസ്ഥമായി. ഈ ജനം അങ്ങനെ എല്ലാ കാര്യം കൊണ്ട് സംതൃപ്തമായി കഴിഞ്ഞപ്പോൾ അവർ ചെയ്ത ആദ്യത്തെ പ്രവൃത്തി ദൈവത്തെ അവഗണിച്ച്, ദൈവത്തെ ഉപേക്ഷിച്ച്, പ്രാർത്ഥന മറന്ന്, ദൈവാരാധന മറന്ന് തന്നിഷ്ടപ്രകാരം അവർ പോയി. അതാണ് നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 13, 14 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. നിങ്ങളെ ഞാൻ മേൽത്തരം ഗോതമ്പ് കൊണ്ട് തീറ്റിപ്പോറ്റി, പാറയിൽ നിന്നുള്ള തേനും കഠിനശീലുള്ള എണ്ണയും നിങ്ങൾ പാനം ചെയ്തു, കൊഴുത്ത മേധസ് കൊണ്ട് നിങ്ങളെ ഞാൻ സംതൃപ്തമാക്കി. എല്ലാം തികഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുന്നത് നാണക്കേടായി തോന്നുക. എല്ലാം തികഞ്ഞു കഴിഞ്ഞപ്പോൾ, ഐശ്വര്യം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്നതും ദൈവവചനം അനുസരിക്കുന്നതും ദൈവത്തെ അന്വേഷിക്കുന്നതും ദൈവിക മാർഗങ്ങളിൽ വ്യാപരിക്കുന്നതെല്ലാം ഒരു വില കുറഞ്ഞ ഏർപ്പാടായി തോന്നുകയാണ് ഈ ജനത്തിന്. അതാണ് ജെറമ്യാ പ്രവാചന പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 21-ാം തിരുലിഖിതം, നിന്റെ ഐശ്വര്യകാലത്ത് ഞാൻ നിന്നെ വീണ്ടും 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 വിളിച്ചു, അനുസരിക്കില്ല എന്ന് നീ പറഞ്ഞു. ഇത് സംഭവിച്ചൊരു ജീവിതം ബൈബിളിലുണ്ട്. അതാണ് ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായി ദൈവം ഉയർത്തിയ സാവൂൾ രാജാവിന്റെ ജീവിതം. അങ്ങനെ സാവൂളിനെ ദൈവം ഉയർത്തി എല്ലാം കൊണ്ടും മുടി ചൂടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് ആദ്യം തന്നെ അവൻ ചെയ്തത് ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും അവഗണിച്ച്, ദൈവിക മാർഗങ്ങൾ അവഗണിച്ച് അവന്റെ ഹൃദയത്തിന് തോന്നിയ പ്രകാരം തന്നിഷ്ടത്തോടെ അവൻ നടന്നു. അവന് തോന്നിയതെല്ലാം അവൻ ചെയ്തു. ജീവിതത്തിന്റെ ചിട്ടയും ക്രമവും ഡിസിപ്ലിനും അവൻ തകർത്തു. അങ്ങനെ ആ ജീവിതം തകർന്ന് തരിപ്പണമായി. ഗിൽബോവ പർവ്വതങ്ങളിൽ സാവൂളും സാവൂളിന്റെ മകൻ ജോനാഥനും ഛിന്ന ഭിന്നമായി തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ ദാവീദ് രാജാവ് ഹൃദയം നൊന്ത് വേദനിച്ച് ഈ സാവൂളിനെ കുറിച്ച് പറയുന്ന വചനമാണ് സാമുവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ തിരുലിഖിതം.
കഴുകനേക്കാൾ വേഗമുള്ളവർ, സിംഹത്തേക്കാൾ ബലമുള്ളവർ. ഇത്രമാത്രം ഉന്നതമാരായിരുന്നു സാവൂളും ജോനാഥനും. എന്നാൽ ഇതാ വാളിൽ കുത്തിപ്പിളർന്ന് കുടൽമാലകളെല്ലാം പുറത്തു ചാടി രക്തം വാർന്നൊഴുകി അവർ മരിച്ചു കിടക്കുകയാണ്. വേദന കൊണ്ട് നിറഞ്ഞ ദാവീദ് പറയുന്നത് എങ്ങനെയാണ്? 2 സാമുവേൽ 1-ാം അധ്യായം 27-ാം വാക്യം, ശക്തന്മാർ വീണുപോയതും ആയുധങ്ങൾ തകർന്നു പോയതും എങ്ങനെ? പ്രിയ ദൈവ പൈതലേ, ഇന്നൊരു പക്ഷേ ദൈവം നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തി നീ ഇന്ന് അനുഗ്രഹത്തിന്റെയും നന്മയുടെയും വഴിയിലായിരിക്കാം. സൗൾ രാജാവിന്റെ അനുഭവം നിന്റെ ഓർമ്മയിലിരിക്കട്ടെ. അങ്ങനെ തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ ദാവീദ് രാജാവ് വിലപിക്കുകയാണ്, ശക്തന്മാർ വീണുപോയതും ആയുധങ്ങൾ തകർന്നു പോയതും എങ്ങനെ? ഇന്ന് രാജാവ്, നാളെ ജഡം. മറക്കരുത്. പ്രഭാഷകൻ 10:10. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, 2 കരങ്ങൾ നമുക്ക് തുറന്നു പിടിക്കാം. ഓ ദൈവമേ, പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ബാബേൽ ഗോപുരം പണിയും മനുഷ്യ, ദൈവത്തെ നീ മറന്നുവോ? തിരുസന്നിധിയിൽ നകന്നുവോ? പണിയും ദൈവമേ, മനുഷ്യ എളിമ നൽകണമേ. ദൈവത്തെ നീ മറന്നുവോ? തിരുസന്നിധിയിൽ നകന്നുവോ? ദൈവമേ, എന്റെ ദൈവമേ, സ്പർശിക്കണമേ കർത്താവേ. പടവുകൾ ഞാനെന്ന പാപിതാവേ മറന്നോ? അഹന്തതൻ പടവുകൾ കടന്നോ? ഞാനെന്ന പാപത്തിൽ മതി മറന്നോ? രക്ഷകനരിയിൽ തിരിച്ചു വരൂ മാനസാന്തര പിതാവിനരികിൽ. ബാബേൽ ഗോപുരം പണിയും മനുഷ്യ, ദൈവത്തെ നീ മറന്നുവോ? തിരുസന്നിധിയിൽ നകന്നുവോ? ദൈവത്തെ നീ മറന്നുവോ? തിരുസന്നിധിയിൽ നകന്നുവോ? ദൈവമേ, ഇടപെടണമേ, ഇടപെടണമേ, ഇടപെടണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ കുടുംബങ്ങളിൽ കാലങ്ങളായി കുടുംബങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ധാർഷ്ട്യത്തിൻ്റെയും അഹന്തയുടെയും വെല്ലുവിളിയുടെയും മത്സരത്തിൻ്റെയും താൻ പോരിമ ഭാവത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും എല്ലാ തരത്തിലുള്ള അഹന്തയുടെയും ആധിപത്യങ്ങളെയും അരൂപികളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു. ദൈവമക്കളെയും ഒരു കുടുംബങ്ങളുടെയും പരാജയത്തിന് വേണ്ടി കൗശലപൂർവ്വം വ്യാപരിക്കുന്ന എല്ലാ അഹന്തയുടെ അരൂപികളെയും യേശുനാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോവട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 10-ാം തിരുലിഖിതം. ഇന്ന് രാജാവ്, നാളെ ജഡം. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 13-ാം തിരുലിഖിതം. നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ കഴുത്തിലെ നുകത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. ഇപ്പോൾ 2 കരങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി എല്ലാ ദൈവമക്കളും അവരവരുടെ ജീവിതത്തിൻ്റെ ഓരോ വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും കടബാധ്യതകളും തകർച്ചകളും എല്ലാ കണ്ണുനീരും സമർപ്പിച്ച് യേശുവിനെ വിളിക്കട്ടെ. അവിടുന്ന് മനസ്സലിവുള്ള കർത്താവത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഓ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഹൃദയം ഉയർത്തി പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കുന്ന കുടുംബങ്ങളിൽ പിതാവേ, യേശുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും പരിശുദ്ധാത്മാഭിഷേകങ്ങളും ഇപ്പോൾ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എൻ്റെ പേര് പുഷ്പി, എൻ്റെ മകളുടെ പേര് സൗമ്യ. എൻ്റെ കുഞ്ഞിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത്. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വരുന്നു. കൊച്ചിയിൽ നിന്നാണ് സഹോദരി വരുന്നത്. എൻ്റെ മോൾ 7-ാം മാസത്തിൽ ജനിച്ചതാണ്. അവൾ ജനിക്കുമ്പോൾ തന്നെ നെറ്റിയിലൊരു മുഴയുണ്ടായിരുന്നു. ആ മുഴ 4 വയസ്സ് വരെ കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ മോൾക്ക് 3.5 വയസ്സേ ആയിട്ടുള്ളൂ. ഇവിടെ നിന്ന് വെഞ്ചരിച്ചു കൊണ്ടുപോയ എണ്ണ തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഇത് പെരട്ടി പൂർണ്ണമായും മാറി. ഇപ്പൊ മുഴയില്ല. ഹല്ലേലൂയ. കുട്ടിയുടെ നെറ്റിയിൽ ഒരു വലിയ മുഴ, അത് വെഞ്ചിരിച്ച എണ്ണ പുരട്ടി മാറി. കരങ്ങൾ ഉയർത്തിയെടുത്ത് കർത്താവിനെപ്പെടുത്താം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ.